ഒരാദർശദീപം കൊളുത്തു. കരങ്ങൾക്കതേ ശക്തി നൽകൂ, പദങ്ങൾക്കുറപ്പും ചുറുക്കും കൊടുക്കൂ. പദങ്ങൾക്കുറപ്പും ചുരുക്കും കൊടുക്കൂ. മിഴിക്കുള്ളിലുൾക്കാഴ്ച ചേർത്തു ജ്വലത്താക്കി മാറ്റൂ. ഒരാദർശദീപം കൊളുത്തു. എന്തിനു വേണ്ടിയാണ് ആദർശദീപം കൊളുത്തേണ്ടത്? ശിശുക്കൾക്കു കൂടെ കളിക്കാൻ, യുവത്വം മതം പൊട്ടിടുമ്പോൾ തളയ്ക്കാൻ, വയോവൃദ്ധരുന്നായി ഉറപ്പുള്ള താങ്ങായി പിടിച്ചൊന്നു നിൽക്കാൻ. ആയുഷ്മാൻ ഭാരത്. ഒരാദർശദീപം കൊളുത്തു. ഇതിനൊക്കെ എന്ത് വേണം? അഹങ്കാരബീജം വരട്ടു, സ്വയം നിഞ്ചിതക്കഗ്നി നീയേ കൊളുത്തു. അതിൽ പ്രസ്ഫുരിക്കും സ്ഫുലിംഗങ്ങൾ ഓരോന്നിൽ നിന്നും. ഒരാദർശദീപം കൊളുത്തു. ആദരണീയായ രാഷ്ട്രപതി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ലോകാരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നേരിട്ട് കാതിൽ പറഞ്ഞേൽപ്പിച്ച ദൗത്യം, മിഷൻ, അത് സമ്പൂർണമായി സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കരുത്ത്, അത് പ്രവർത്തകരിലേക്കും പൊതുസമൂഹത്തിലേക്കും വ്യാപിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട അനേകായിരം കാര്യകർത്താക്കൾ, ഇതെല്ലാമാണ് എന്നെ ശക്തനാക്കുന്നത്. ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം നമുക്കെല്ലാവർക്കും ഒരുമിച്ച്. ഞാൻ നമ്മുടെ പ്രവർത്തകർ ധാരാളം പേര്, ആയിരക്കണക്കിന് ആളുകളാണ് ജൂലൈ 12-ന് ശേഷം രാവിലെ 8 മണിക്ക് ശേഷം ടെലിഫോണിലൂടെ നേരിട്ട് വന്നു. ഒക്കെ കാലത്ത് രാവിലെ ഒരു 8 മണി നേരത്താണ് രാജീവ്ജിയുടെ ഫോൺ കോൾ. മോദിജി 2 ദിവസം മുമ്പ് വിളിച്ച് ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ദൗത്യമാണ് എന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല. രാജീവ്ജി കാലത്ത് വിളിച്ച് പറഞ്ഞു, ഇതാണ് ദൗത്യം. തീർച്ചയായിട്ടും നമ്മുടെ ശിരസ്സോടെ അത് സ്വീകരിച്ചു. മാധ്യമങ്ങൾ ധാരാളം പലവട്ടം വന്ന് ചോദിച്ചു. അവരോടൊക്കെ ഞാൻ പറഞ്ഞത് വികസിത കേരളം എന്ന് തന്നെയാണ്. വികസിത ഭാരതം എന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വലമായ സ്വപ്നം, ആ സ്വപ്ന സാക്ഷാത്കാരത്തോടൊപ്പം നമ്മുടെ ഈ കേരളവും വികസനത്തിൻ്റെ പാതയിലേക്ക് കുതിച്ചു മുന്നേറേണ്ടുന്നതിൻ്റെ ആവശ്യകത, അതിന് കടീബദ്ധരായ കാര്യകർത്താക്കന്മാരുടെ സമർപ്പിതമായ പ്രവർത്തന പദ്ധതി, ഇത് നമ്മുടെ മുമ്പിലുണ്ട്. അത് സാക്ഷാത്കരിക്കാൻ കഴിയുന്നതിന് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക എന്നതാണ്. രാജീവ്ജി സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളും എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കാതാണ്. കണ്ണൂരിൽ മാരാർജിയുടെ സ്മൃതി കുടീരത്തിൽ ചെന്ന് പുഷ്പാർച്ചന നടത്തി തിരിച്ചു വരുമ്പോൾ എന്ത് തോന്നുന്നു മാഷക്ക് എന്ന് ചോദിച്ചപ്പോൾ മാരാർജിയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അത് തീരുന്നതിന് മുമ്പ് വന്ന ചോദ്യം അക്രമ രാഷ്ട്രീയമാണ്, വിവാദങ്ങളാണ്. പിന്നെ തുടക്കത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളോട്, വിമർശകരോട് നല്ല നമസ്കാരം പറഞ്ഞ് അവർക്ക് മംഗളം നേർന്നുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്.
മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറയുന്ന ഈ അക്രമ രാഷ്ട്രീയം, ദേശീയ തലത്തിൽ അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യാനല്ലേ മോദിജി നിങ്ങളെ രാജ്യസഭാ MP ആക്കിയതെന്നാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ യുഗത്തിൽ തന്നെയാണോ താമസിക്കുന്നത്? ഈ വർത്തമാനകാല സാഹചര്യത്തിലാണോ നിങ്ങളുടെ ജീവിതം? എങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കരുത്. അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഒരാളെ രാജ്യസഭയിലേക്ക് എത്തിക്കുക. നമ്മെ സംബന്ധിച്ച് നമ്മുടെ പ്രവർത്തനത്തിനിടയിൽ വരുന്ന ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാൻ ആവശ്യമായ കർമ്മ പദ്ധതികളും ആശയ പ്രചാരണവും സ്വാഭാവികമായ തലത്തിൽ, അതൊരു ബൂത്ത് തലത്തിലെ കാര്യകർത്താക്കൾ മുതൽ ഉയർന്ന തലം വരെ അത് സ്വാഭാവികമായ രീതിയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അക്രമ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ ശാന്തമാണ് നമ്മുടെ കേരളം. അത് ശാശ്വതമായി നിലനിൽക്കണമെങ്കിൽ ദയവ് ചെയ്ത് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ചികിഞ്ഞ് അസ്വസ്ഥതകൾ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കരുത്. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഞാനതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് വികസിത കേരളം? അതിന് മോദിജി കാണിക്കുന്ന, കേരളത്തോട് കാണിക്കുന്ന താല്പര്യം, കരുതൽ, അതൊക്കെയാണ് എൻ്റെ മുമ്പിലുള്ളത്. ഞാൻ അങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് നമ്മുടെ മുന്നിൽ സഞ്ചരിക്കുകയും ജീവൻ വെടിയുകയും ചോരയൊലിപ്പിക്കുകയും ചെയ്ത അനേകായിരങ്ങളുണ്ട്. വീടുകളിൽ അമ്മമാരുടെ തോരാത്ത കണ്ണീരുണ്ട്. ഇത് നമുക്ക് ഉൾപ്രേരണയാണ്, അല്ലാതെ പൊതുവിൽ ചർച്ച ചെയ്ത് വീണ്ടും അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ആ ഒരു കാഴ്ചപ്പാടോടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒരുപാട് സഹിച്ചിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ശാന്തത ഉണ്ടായത്. അതുകൊണ്ട് അത് കൂടുതൽ അതിനെക്കുറിച്ച് നമ്മളും അങ്ങനെ ഒരു കരുതലെടുക്കുന്നത് നല്ലതാണ്. അക്രമ രാഷ്ട്രീയത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തെ നമ്മൾ മറക്കരുത്. രാഷ്ട്രത്തിൻ്റെ പരമവൈഭവം, അതാണ് നരേന്ദ്രമോദിജിയുടെ വികസിത ഭാരതം, നമ്മുടെ സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം. എനിക്ക് ഏറ്റവും ഹൃദയാവർജകമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കാര്യകർത്താക്കൾ, ചുമതല എന്തായാലും ശരി, നമ്മളെല്ലാം കാര്യകർത്താക്കൾ എന്നൊരൊറ്റ പ്രയോഗത്തിലൂടെ വിശേഷിപ്പിക്കപ്പെടുന്നവരാണ്, സമാനരാണ്. സാങ്കേതികമായി സംസ്ഥാന അധ്യക്ഷൻ, ഉപാധ്യക്ഷന്മാർ, ജനറൽ സെക്രട്ടറിമാരും ഒക്കെ ശരിയാണ്. പക്ഷേ ബൂത്ത് അധ്യക്ഷൻ മുതൽ അഖിലേന്ത്യാ അധ്യക്ഷൻ വരെ ഏറ്റെടുത്ത മഹത്തായ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് നമുക്കൊരുമിച്ച് എന്നാൽ സാധിക്കുന്ന രീതിയിൽ നമ്മോടൊപ്പം എല്ലാവരോടും ചേർന്നുകൊണ്ട് നമുക്കത് നിർവഹിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും പ്രവർത്തന വിജയം നേരുന്നു. എല്ലാവർക്കും ഐശ്വര്യവും ക്ഷേമവും ആശംസിക്കുന്നു. മുഴുവൻ നമ്മുടെ കേരളത്തിൻ്റെയും പ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ പരിപാടിക്ക് അത്രയേറെ മഹത്വവും ഗൗരവവും ഞാൻ കൽപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. വന്ദേ മാതരം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ യോഗത്തിൽ പാർട്ടിയുടെ പ്രഭാരി